ഹായ് ഗായ്സ്, ഏതൊക്കെ തരം എണ്ണകളും മാറി മാറി മുടിയിൽ പരീക്ഷിച്ചിട്ട് മുടി വളരാത്ത വ്യക്തികളാണോ നിങ്ങൾ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ മുടി വെറും 10 ദിവസം കൊണ്ട് 3 ഇരട്ടിയിലധികം വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റമൂലി അധികം തന്നെ ആർക്കും അറിയില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് അഥവാ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് കൂടി ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ മാത്രമല്ല, നമ്മുടെ മുടിയിലുണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസ്, ഇപ്പോൾ ഗ്രേ ഹെയർ, ഡാൻഡ്രഫ്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെയും കറുപ്പോടെയും നല്ല കട്ടിയിലും നീളത്തോടു കൂടിയിട്ട് നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് ഈ ഒരു റെഡ് ഓയിൽ മാത്രം മതി കേട്ടോ. അത്രയും സൂപ്പറാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. എനിക്ക് വേണ്ടി ഒരു 10 ദിവസം നിങ്ങൾ അങ്ങൊന്ന് മാറ്റി വെച്ച് നോക്കുക. എന്തൊക്കെയോ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുന്നു. ഈ ഒരു 10 ദിവസം ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നാൾക്ക് നാൾ നീളം വെച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കിടക്കുകയാണ്. ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല കേട്ടോ. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ, നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, ആൽമണ്ട് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഒലീവ് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എനിക്ക് കോക്കനട്ട് ഓയിൽ അത്ര അങ്ങോട്ട് എനിക്ക് പറ്റില്ല എൻ്റെ മുടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഒലീവ് ഓയിലിനകത്തേക്ക് നമ്മൾ ഇനി ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ മുടി നല്ല രീതിക്ക് ആ ഒരു തണവ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല കട്ടിയിൽ വളരാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു കാസ്റ്റർ ഓയിൽ ഞാൻ ഇതിനകത്തേക്ക് ഒരു അല്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അത്ര മാത്രം മതി. പ്രത്യേകിച്ച് കണക്കൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കപ്പിനകത്തേക്ക് ഒരല്പം നമ്മുടെ ഒലീവ് ഓയിലും അതുപോലെ തന്നെ ഒരല്പം നമ്മൾ ആവണക്കെണ്ണ, നമ്മുടെ കാസ്റ്റർ ഓയിൽ, അത് കുറച്ച് മതി കേട്ടോ. 1-2 ടീസ്പൂൺ മതിയാകും. അതും കൂടി ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാം. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ആ ഒരു ഒറ്റമൂലി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ റെഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ബീട്രൂട്ടാണ് എന്നുള്ളത്. ബീട്രൂട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമുക്ക് പച്ചമരുന്ന് കടയിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരാളാണ്. വെറും 100 ഗ്രാമിന് 50 രൂപ മാത്രം വരുന്ന ആൽക്കനൈറ്റ് റൂട്ട് എന്ന് പറയുന്ന വേമ്പാലം പട്ടയാണ് ഇന്നത്തെ നമ്മുടെ ഒറ്റമൂലി. അപ്പോൾ ഈ ഒരു ഒറ്റമൂലി വളരെ ചീപ്പായിട്ട് കിട്ടുന്നെന്നും പറഞ്ഞ് ആരും ഇത് നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ദയവായിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡിൽ 10 ദിവസം നിങ്ങൾ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി വളർച്ച ഇരട്ടി വേഗത്തിലായിരിക്കും നിങ്ങൾക്ക് വളർച്ച കാണാൻ പറ്റുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വേമ്പാലം പട്ട എന്ന് പറയുന്നത് നമുക്ക് മുടിയിലേക്ക് മാത്രമല്ല, ഇത് സ്കിന്നിലേക്കും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ സ്കിന്നിലേക്ക് ഉപയോഗിക്കുന്ന മെത്തേഡ് വേറെയാണ് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളത്തിലിട്ടിട്ടൊന്നും ഈ ഒരു വേമ്പാലം പട്ടയുടെ കളർ നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസൻസ് എടുക്കാൻ നമുക്ക് പറ്റില്ല. എണ്ണ തന്നെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് മുടിയിലേക്ക് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫേസിലേക്കും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ചില നാടുകളിൽ ഇത് ഫുഡ് കളറായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഫുഡിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു വേമ്പാലം പട്ടൻ പ്രത്യേക രീതിയിലെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വേമ്പാലം പട്ടയാണ് ഇന്ന് ഞാൻ ഈ ഒരു എയർ ഓയിലിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒലീവ് ഓയിലും ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം അത്രമാത്രം മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. ഇതൊരു മരത്തിൻ്റെ വേരാണ് കേട്ടോ. വേമ്പാലം പട്ട എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ വേരാണ്. ആ ഒരു വേര് നമ്മൾ ഈ കാണുന്ന അളവിൽ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതിതുപോലെ നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ഒടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് പൊടിഞ്ഞ് വരും കേട്ടോ. അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഭയങ്കര ഹാർഡൊന്നും അല്ല. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ അങ്ങ് കയ്യിൽ വെച്ചിട്ട് ഒന്നൊന്ന് പിച്ചിക്കറി ആ ഒരു ഓയിലിനകത്തേക്ക് നമ്മളങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇട്ടപാടങ്ങ് നമുക്ക് ആ ഒരു റെഡ് കളറൊന്നും വരത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് പിറ്റേന്ന് രാവിലെയാണ് നമുക്ക് ആ ഒരു കളർ കുറച്ചെങ്കിലും ഇറങ്ങി വരത്തുള്ളൂ നമുക്കിതിന്ന്. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കിതുപോലെ അങ്ങ് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലകത്തേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് വെയിലത്ത് കൊണ്ടുവയ്ക്കാം. 2-3 ദിവസം നമുക്ക് വെയിലത്തോട്ട് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒന്ന് ചൂടാക്കി കൊണ്ടുവരാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കളറ് പെട്ടെന്ന് ഇറങ്ങി വരാനായിട്ട് നമുക്കിത് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂടിൽ കൊണ്ടുവയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതുപോലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു കുപ്പി ബൗളിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഈ ഒരു വേമ്പാലം പട്ട അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് നോക്കാം എത്രമാത്രം ഇതിൻ്റെ ആ ഒരു എസൻസ് കളർ ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിതങ്ങ് അടച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമുക്കങ്ങ് നോക്കാം.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ആ ഒരു പിറ്റേ ദിവസത്തെ ആ ഒരു റിസൾട്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ഓയിലിനകത്തേക്ക് ഈ ഒരു വേമ്പാലം പട്ടയുടെ കളർ കംപ്ലീറ്റ് ഇറങ്ങി വന്നതെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും മാക്സിമം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും നമുക്കിത് ഒരുപാട് നേരത്തേക്ക് അങ്ങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഒരു കളർ നമുക്ക് ഇറങ്ങി വരുന്നതായിരിക്കും കേട്ടോ ഒരു ഓയിലിനകത്തേക്ക്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വേര് നമുക്ക് മാറ്റി വീണ്ടും നമ്മൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വേരിനകത്ത് തന്നെ വേണമെങ്കിൽ വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപടി അങ്ങ് ഓയിലിനകത്ത് തന്നെ ഈ ഒരു വേമ്പാലം പട്ട ഇട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് വേറൊരു ബോട്ടിലിനകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്യുകയാണ്. നമ്മൾ ആ ഒരു വേമ്പാലം പട്ട തന്നെ അതിനകത്ത് ഇട്ട് വെക്കാൻ കേട്ടോ. നമ്മൾ അങ്ങ് മാറ്റുന്നൊന്നുമില്ല, അടിച്ച് മാറ്റുന്നൊന്നുമില്ല, അതേപടി അങ്ങ് ഇട്ട് വെച്ചിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് ടൈമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ സാധാരണ നോർമലായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ആ രീതിക്ക് അങ്ങ് അപ്ലൈ ചെയ്യാം. കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കുളിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇത് രാത്രി നമുക്കിത് അപ്ലൈ ചെയ്ത് കിടക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഏത് രീതിക്കാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കതങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൊന്ന് ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് കോക്കനട്ട് ഓയിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒലീവ് ഓയിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ള ആ ഒരു തോന്നലൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിലേക്ക് ഏതാണോ ഓയിൽ സൂട്ടാവുന്നത് ആ ഒരു ഓയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൂട്ടങ്ങ് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി അങ്ങോട്ട്. അപ്പോൾ ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഉപയോഗിച്ചത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.